സന്തോഷിപ്പിക്കുന്നത് അഭിമാനകരമായ രീതിയിൽ മാറ്റുന്നത് ശില്പങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതെന്ന് ഇവിടെ ചില ശില്പങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു എന്ന് ഞങ്ങൾ മീഡിയക്കാർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ചാനൽ 91 ന്യൂസിൽ അതിഥി ചിത്രകാരനും ശില്പിയുമായ ശ്രീ ശിവദാസ് എടക്കാട്ടുവയൽ നമ്മളോട് കുറച്ചു സമയം അദ്ദേഹത്തിന്റെ ലോകത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും നാളത്തെ പ്രതീക്ഷയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. ഈ പ്രദേശം ശരിക്കും പറഞ്ഞാൽ ഒരു ലോ റേഞ്ചിൻ്റെ ഒരു അതിർത്തി പ്രദേശം പോലത്തെ സ്ഥലമാണ് ഇടക്കാട്ടുവയൽ എന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ തോന്നുന്നതാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് മാഷ്. എത്രത്തോളം ഈ കലയുമായി പിന്നീട് ബന്ധപ്പെട്ടൊരു യാത്ര ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, എത്രത്തോളം പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ പ്രദേശത്തിന്? ഒരു പിന്തുണ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ബാല്യം മുതൽ വരച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് പിന്തുണ എൻ്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്നു. കാരണം ഈ വരയ്ക്കാൻ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആളുകളുടെ ചിന്ത എന്ന് വെച്ചാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ, പഠിക്കുക അല്ലെങ്കിൽ ആ കാലത്ത് പണിക്ക് പോവുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്നെ ഒരു കലാകാരനായിട്ട് കാണാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ശേഷി ഇതിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ ഇതിന് വേണ്ടുന്ന മുഴുവൻ പ്രോത്സാഹനം തന്നിരുന്നു. അച്ഛൻ്റെ ആ പ്രോത്സാഹനമാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങുവാനുള്ള പ്രചോദനം ഉണ്ടായത്. വിദ്യാലയങ്ങൾ വരയ്ക്കുന്നു, നമുക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു, അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിൽ നിൽക്കാനുള്ള ഒരു ഉറപ്പുണ്ട്. പക്ഷെ മുഴുവൻ സമയവും വരയ്ക്കും. പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിരുന്നില്ല, വരയ്ക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഉത്സവ പറമ്പുകളിൽ പോയി കഥകൾ കാണുക, ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കഥകൾ വരയ്ക്കുക, പുരാണ ചിത്രങ്ങൾ വരയ്ക്കുക, കാരണം അച്ഛൻ ഇഷ്ടംപോലെ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ച് ചിത്രം വരയിൽ ഇങ്ങനെ സജീവമായി. പക്ഷേ എൻ്റെ ഒരു ജ്യേഷ്ഠൻ, ബന്ധത്തിൽപ്പെട്ടൊരു ജ്യേഷ്ഠൻ, ശിവൻകുട്ടി എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ എന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്നെ കൊണ്ട് ചിത്രം വരപ്പിച്ചു. ചിത്രം കണ്ടപ്പോൾ തന്നെയാണ് എൻ്റെ അച്ഛനോട് ആവശ്യപ്പെടുന്നത് ഇവനെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കണം എന്ന്. ഞാൻ ഏതാണ്ട് 6ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അങ്ങനെ ചിത്രാലയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തൃപ്പൂണിത്തുറയിൽ ചക്രപാണിയുടെ ശിഷ്യനാക്കി എന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് ചേർക്കുകയാണ്. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ അവിടെ ചിത്രകല എല്ലാ ഒഴിവ് ദിവസങ്ങളിലും അവിടെ ക്ലാസ്സിൽ പോവുക, പഠിക്കുക. അതിന് നേട്ടം എനിക്കുണ്ടായി. എന്നുവെച്ചാൽ ആ സമയത്ത് തന്നെ ഞാൻ അന്നത്തെ സമ്പ്രദായത്തിലുള്ള വരകളിലെ എല്ലാ മേഖലകളും ഞാൻ വ്യാപരിച്ചു. അത് വലിയ നേട്ടമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണമല്ലോ. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ഏതെങ്കിലും ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് നമുക്ക് വരയ്ക്കാനുള്ളൊരു അവസരം വന്നത്. അതിൽ പിന്നെ അക്കാഡമിക്കിൽ തന്നെ ഈ ചിത്രകല മേഖലയിലേക്കല്ലേ പോയത്? അതിലേക്ക് എങ്ങനെയാണ് തിരിയുന്നത്? അത് ഞാൻ കൂടുതൽ ചിത്രകല പഠിക്കാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. BF അന്ന് നാഷണൽ ഡിപ്ലോമ. അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ, എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. പിന്നെ എനിക്ക് മറ്റൊരാഗ്രഹം ശാന്തിനികേതനിൽ പോയി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് മുഴുവൻ ഒരു ഗ്രാഹ്യം കിട്ടിയിട്ടുണ്ട്, ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. എവിടെ പഠിക്കണം, എങ്ങനെയാണ് കലകളുടെ രീതികൾ, ആ പ്രായത്തിൽ തന്നെ കലകളുടെ വ്യത്യസ്തമായുള്ള മേഖലകളിലെ വരകൾ, അതിൻ്റെ ശൈലികളൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ എന്നെ അച്ഛൻ വളർത്തിയിരുന്നു. അച്ഛൻ അതിൻ്റെ ശേഖരങ്ങളൊക്കെ എന്നെ കാണിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു പൊതുബോധം എനിക്ക് ചിത്രകലയിൽ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശാന്തിനികേതനിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചേർന്ന അറിവിൽ ചേരുന്നതിന് മുമ്പ് തന്നെ വെച്ചാൽ ഈ സംസ്ഥാന കലോത്സവങ്ങൾ 3 പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് വിൻ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മേഖല ഇത് തന്നെയാണെന്നുള്ളൊരു ഉറപ്പ് അച്ഛനും ഉണ്ടായി, എനിക്കും ഉണ്ടായി. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, വേറെ വിദ്യാഭ്യാസമൊന്നും പോയില്ല. നേരെ അക്കാഡമിയിൽ ടെസ്റ്റ് എഴുതി അവിടെ കിട്ടി. പെയിൻറ്റിങ്ങിനാണ് ഞാൻ ആദ്യം ചേരുന്നത്. ഒരിക്കലും കുടുംബക്കാർക്ക് ഇത് താല്പര്യമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സമ്മതിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പോലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നന്നായിട്ട് ജീവിക്കണം, സമ്പത്തുണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. അച്ഛൻ്റെ പ്രോത്സാഹനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വളരും തോറും എൻ്റെ പെങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായി. മനസ്സിലായി, ചിത്രകാരനാണ്. പെങ്ങള് എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നു. ഞാൻ രാത്രിയൊക്കെ ഉറക്കം ഇളച്ചിങ്ങനെ മണ്ണെണ്ണ വിളക്കം കത്തിച്ചിരുന്ന് എഴുതുകയും വരയ്ക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പെങ്ങളെ കൂട്ടിരിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അതല്ലെങ്കിൽ അമ്മ, അപ്പോൾ ഞാൻ ഇത്തിരി വൈകിയൊക്കെ വരുവാണെങ്കിൽ അമ്മ ചിമ്മിനി വിളക്കുമായിട്ട് അവിടെ കാത്തിരിക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു പിന്തുണ വളരെ ശക്തമായിരുന്നു. കുടുംബക്കാർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വിശ്വകർമ്മരാ. ഞാൻ അച്ഛൻ്റെ കൂടെ പണിക്ക് പോകണം, അല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നു.
പക്ഷേ അതിൽ തന്നെ സജീവൻ നിൽക്കണമെന്നാണ് ആ കാലത്തെ ഒരു രീതി. പക്ഷേ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. അച്ഛൻ എന്നെ ചിത്രകല പഠിക്കാൻ വിട്ടു. കോളേജ് ചെന്നതിന് ശേഷം പിന്നീട് ഞാൻ പണിക്ക് പോയിട്ടില്ല. പിന്നെ ഈ മേഖല തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രധാന സംഗതിയില്ല, ഇപ്പോൾ ഈ RLBയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ ക്യാമ്പസിനുള്ളിലേക്ക് ചെന്നു എന്നാണ് എൻ്റെ അർത്ഥം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അതിൽ കൂടി കടന്നു പോയത്? ഒരു കലാവിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് RLBയിലെ ഒരു പഠനം. കാരണം അവിടെ കലകളുടെ ഒരു സമ്മേളനമാണ്. നമ്മൾ പഠിക്കുവാൻ ചെല്ലുന്നത് ചിത്രകല പഠിക്കുവാനാണ് ചെല്ലുന്നതെങ്കിലും അതല്ലെങ്കിൽ ശില്പകല പഠിക്കുവാനാണ് ചെല്ലുന്നത്, ഏത് ഒരു വിഷയത്തിൽ എടുത്ത് നമ്മളവിടെ ചെല്ലുമ്പോഴും നമ്മൾ മറ്റ് പലതായി മാറുക. നമുക്ക് ചുറ്റും കാരണം നമ്മൾ നിൽക്കുമ്പോഴത്തേനും തമ്പുരുവിൻ്റെ ശബ്ദം, വീണയുടെ നാദം, വായ്പാട്ട്, മൃദംഗം, ചെണ്ടമേളം, കഥകളിയുടെ പാട്ട്, അതിൻ്റെ താളമേളങ്ങൾ, മോഹിനിയാട്ടം, ഭരതനാട്യം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴത്തേനും നമ്മളിൽ അറിയാതെ ഇതിൻ്റെ എല്ലാം ഒരു ആവേശം നമുക്കുണ്ടാകുകയും നമ്മളതായി മാറുകയും ചെയ്യും. ആ ഒരു അറിവ് നമ്മുടെ പഠിക്കാതെ കിട്ടുന്നൊരു അറിവാണ്. അതുകൊണ്ട് നമുക്ക് സമസ്ത ശാസ്ത്ര കലകളെക്കുറിച്ചൊരു പൊതുബോധം നമുക്കുണ്ടാവും. ആ ഒരു ബോധം വെച്ച് നമ്മൾ ആ കളരിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ എല്ലാത്തിനും കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അളക്കാനും പറ്റുന്നൊരു ഒരു പരുവത്തിലെത്തിയിരിക്കും. അത് RLBയുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ലൊരു മനുഷ്യനാക്കാൻ പറ്റും, നല്ല ആസ്വാദകനാക്കാൻ പറ്റും. അവിടെ ഒരു ആത്മീയ അന്തരീക്ഷമുണ്ട്. ഈ പ്രത്യേകിച്ച് സംഗീതവും ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഭാരതീയ കലകൾക്കുണ്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു അവസ്ഥയാണ് ഭാരതീയ കലകൾക്കുള്ളത്. ബേസിക്കായിട്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ലഭ്യമാണ്. നല്ലൊരു അനുഭവമാണ് അത്. നമ്മൾ പറയുന്നതല്ല, നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പല അനുഭവങ്ങളും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, മറ്റുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഏതായാലും മനോഹരമായ അന്തരീക്ഷത്തിൽ ഈ പഠനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ തുടർച്ചയായിട്ട് പിന്നീട് PG ചെയ്യുകയല്ലേ ചെയ്ത്? ഞാൻ പഠിക്കുന്ന സമയത്ത് പോസ്റ്റ് ഡിപ്ലോമയാണ്. അന്ന് നാഷണൽ ഡിപ്ലോമ വന്നിട്ടില്ല, ഡിഗ്രി വന്നിട്ടില്ല. ഞങ്ങൾ അതിനൊക്കെ വേണ്ടി സമരം ചെയ്ത് നടക്കുന്ന കുട്ടികളായിരുന്നു അന്ന്. ഞാൻ പോസ്റ്റ് ഡിപ്ലോമ ഞാൻ പെയിൻറ്റിങ്ങിലായിരുന്നു ചേരുന്നത്. പെയിൻറ്റിങ്ങിൽ ഞാൻ ആദ്യകാല പരീക്ഷകളെല്ലാം പാസ്സായി കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ചേരുവാനായിട്ട് ചെല്ലുമ്പോൾ പൂജപ്പുര സുകുമാരൻ സാറ് പെയിൻറ്റിങ് അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞ് ഇനി നീ ഇവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ തകർന്നു പോവില്ല. നമ്മൾ ചിത്രകല പഠിക്കുവാനായിട്ട് മാത്രം ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ്. ഇതിന് മാത്രം ഇങ്ങനെ പ്രണയിക്കും ആവേശമായിട്ട് കൊണ്ടു നടക്കും. ഇത് പഠിക്കേണ്ടെന്നൊരു അധ്യാപകൻ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിവദാസേ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് മതി, ഏത് ജോലിയും കിട്ടാനായിട്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ താൻ ഇവിടെ പോസ്റ്റ് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കുട്ടികളുടെ അതേ വാല്യൂ വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു 3 വർഷം കൂടി കളയണോ? ഇപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞായിരുന്നു, കളയണോ? അത് വേണ്ട. അതുകൊണ്ട് താൻ ശില്പകലയെ ചേരുക. ശില്പകല ചേർന്ന് കഴിഞ്ഞാൽ ഒരു നേട്ടം എന്ന് വെച്ചാൽ താൻ ഒരു വിശ്വകർമ്മനാണ്, താൻ പണിക്ക് പോകുന്ന ആളാണ്. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ശില്പകല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണിയിൽ നിന്നുകൊണ്ട് കൂടെ നല്ല വർക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ബന്ധപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ആ പണിയിൽ ഇത് ചെലുത്തി കഴിഞ്ഞാൽ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ നേട്ടമാണ്. അതുകൊണ്ട് നീ അത് ചേർന്നാൽ മതി എന്ന് പറഞ്ഞു, ശില്പകലയ്ക്ക് ചേർന്നാൽ മതി എന്ന്. അങ്ങനെ സാറിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും 5 വർഷം കൂടെ അവിടെ പഠിക്കുകയാണ്. അങ്ങനെ ശില്പകല ചേർന്ന് പഠിക്കുന്നു. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതൊരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി തിരിച്ചറിയേണ്ട വലിയൊരു ഘട്ടമാണ്. ബേസിക്കലി ചിത്രകാരനാണ് ഒരു ശില്പി. ചിത്രം ഉണ്ടെങ്കിലേ ഒരു ശില്പം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കാണുവാൻ പറ്റും. അപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള ശേഷി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് അവനിതിൽ സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് നേട്ടമായിരുന്നു. അതല്ല, ഞാൻ പഠിച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചു, ഒരു ഉഴപ്പും ഉണ്ടായില്ല. ശില്പകല പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്നതായിട്ട് കിട്ടിയത്. അപ്പോൾ സാറിൻ്റെ തീരുമാനം എനിക്ക് നന്നായിരുന്നു. അതിപ്പോഴും സാറും ഞാനുമായിട്ട് സംസാരിക്കുക വിഷയങ്ങളൊക്കെ. എൻ്റെ ഗുരുക്കന്മാർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും വിളിക്കും. പെയിൻറ്റിങ്ങിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ അല്ലെങ്കിൽ ശില്പകല പഠിപ്പിച്ച അധ്യാപകരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ശില്പകല പഠിപ്പിച്ച പോലെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ എല്ലാവരുടെ വലിയ ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ചിത്രകലയിൽ ഇതുപോലെ പഠിച്ച് ഓരോ സ്റ്റെപ്പ് ശില്പകലയിലേക്കും നമ്മൾ പഠിച്ചിറങ്ങുന്നു.
ഇത് പൊതുവെ മറ്റുള്ള ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു അധ്യാപക രീതിയിലേക്കോ അതോ സ്വന്തം നിലക്കുള്ള ഇത്തരം ക്രിയേഷൻസ് ആയിട്ട് മതി? ഞാനേ കുറച്ചു കാലം ചിത്രകല പഠിപ്പിച്ചിരുന്നു. പക്ഷെ എന്നാലും അത് പഠിപ്പിക്കുക എന്നുള്ളതിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. അല്ല. കാരണം ഞാനിതിൽ പഠിപ്പിക്കേണ്ടതല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറിയായിരുന്നു. കാരണം കുറേ സ്വന്തമായിട്ട് സ്വാംശീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് കൃത്യമല്ല എങ്കിൽ അത് കുട്ടികളെ ബാധിക്കും. ഒന്ന് കൃത്യനിഷ്ഠ, ഇന്ന ദിവസം ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് നടക്കണമല്ലോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പല ഇടങ്ങളിലായിരിക്കും. പല സ്ഥലത്തു നിന്നും നമുക്ക് ഈ സമയത്ത് ഇവിടെ എത്തണം, ഈ ക്ലാസ് നടത്തണം, അത്രയും കുട്ടികൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ നടക്കാതെ വരും. എൻ്റെ വർക്കുകൾ ഇപ്പോൾ പെൻഡിങ് ആവും. എടുക്കുന്ന വർക്കുകൾ കൃത്യസമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി പറ്റില്ലാത്തൊരവസ്ഥ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതെന്ന് അങ്ങോട്ട് പിന്മാറി. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യുന്ന വേറെ കാര്യമുണ്ട്. ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യും, ക്യാമ്പുകൾ ചെയ്യും, ക്യാമ്പിൽ വിളിച്ച് അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേതനവും കിട്ടുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അവിടെ താല്പര്യമുള്ളവർ മാത്രം വരും. ആ ക്യാമ്പ് നമ്മൾ നന്നായിട്ട് ചെയ്യും, ചെയ്തു കൊടുക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് പിന്നീട് കണ്ട ഒരു നിരീക്ഷണമാണ്. ഈ കോവിഡിന് ശേഷം പൊതുവെ ഇത്തരം ക്യാമ്പുകൾ, അതായത് പല പല സ്കൂളുകളായിട്ടോ അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ ടീമുകളൊക്കെ ആയിട്ട് ഇതുപോലെ ക്യാമ്പുകൾ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ചിത്രകലയും ഇതൊക്കെ ഒന്ന് ഉൾപ്പെട്ടാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ടോ മനുഷ്യൻ? അങ്ങനെ പലയിടങ്ങളിലും അതുപോലെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ മിക്കവാറും കൂടുതൽ വിളിക്കുന്ന എന്നെ തന്നെയായിരിക്കും. കേരളത്തിൽ പല ഭാഗത്ത് നടക്കുന്ന ക്യാമ്പുകൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എന്നെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം അതിന് അനുകൂലമാണെങ്കിൽ ഞാൻ പോയി അത് അറ്റൻഡ് ചെയ്യും. അർഹമായ ഒരു വേതനം അവർ തരുകയും ചെയ്യും. അപ്പോൾ ഈ ക്യാമ്പുകൾ നന്നിട്ട് നടക്കുന്നുണ്ട് പല. ഈ ക്യാമ്പ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ മാഷ് ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാഷ് മുൻപ് പറഞ്ഞതാണ് തുടർച്ചയാണ്, ഇതിനകത്ത് ഇങ്ങനെ പഠിച്ചു തീർന്നു എന്നൊരു സംഗതി ഇല്ലല്ലോ. ഇതുപോലത്തെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ താല്പര്യമുള്ള മറ്റ് ശില്പികളോ അല്ലെങ്കിൽ ചിത്രകാരന്മാരോട് സംസാരിക്കുമ്പോൾ മാഷും ഫിൽറ്റേഡ് ആവുന്നില്ലേ, കുറെ കൂടെ അപ്ഡേറ്റ് ആവുന്നില്ലേ? അത് അങ്ങനെ ആയേ പറ്റുള്ളല്ലോ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ പറ്റില്ല. പിന്നീട് ഇത് നമ്മളറിയാതെ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മളിൽ. കാരണം നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ, നമ്മളിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ മാറ്റങ്ങളാണ്. വായന, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള കാഴ്ചകൾ, നമ്മുടെ യാത്രകൾ, ഇതെല്ലാം ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാട് അനുഭവങ്ങളാണ്. ഇവിടെ നിന്നുള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെ സാംശീകരണത്തിൽ നിന്നൊക്കെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ സൃഷ്ടികളിലേക്ക് അത് വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നൊരു ശില്പമായിരിക്കില്ല, അതിൻ്റെ തുടർച്ചയായാൽ പോലും മറ്റൊരാശയത്തെ അതിൽ അവലംബിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന, ഇപ്പോൾ മഹാന്മാരുടെയൊക്കെ ശില്പങ്ങൾ ചെയ്യുന്നു, അതൊക്കെയാണ് കൂടുതലൊക്കെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കിനെ കുറിച്ച് ആണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ വർക്കുകളെന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചകളോ എൻ്റെ അനുഭവങ്ങളോ ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള ലോകത്തിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്, ഇവിടെ എന്തൊക്കെ പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളും ചിന്തിക്കുന്നുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും അത് സൃഷ്ടിപരമായ രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഭാഷ ഇതാണ്, ശില്പം ചെയ്യുക മനസ്സിലുള്ള ആശയങ്ങളാണ്. അപ്പം നമ്മളത് ചിത്രത്തിലൂടെയും ശില്പത്തിലൂടെയും നമ്മളത് പറയും. ആ ഭാഷയിലൂടെ അത് വായിക്കപ്പെടണം. അത് വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റു ചോദ്യമാണ്. ശരിയായ രീതിയിൽ വായിക്കപ്പെടാൻ നമ്മുടെ കേരളത്തിൽ ഈ സമയം നമുക്ക് അങ്ങനത്തെ ഒരു ഭാഷ നമ്മൾ നേടിയിട്ടില്ല, വളരെ കുറവാണ്. കാരണം ചിത്രം ആസ്വദിക്കുന്ന തലത്തിലേക്ക്, അതല്ലെങ്കിൽ നന്നായിട്ട് ഒരു ശില്പം ആസ്വദിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. അതിൻ്റെയൊക്കെ അനുഭവമാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ശില്പത്തിന് വസ്ത്രം ഉടുപ്പിക്കണമെന്ന് പറഞ്ഞത്. നമ്മളൊരു ഒരു ശില്പത്തെ കാണേണ്ട അർത്ഥത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഫീൽ ചെയ്യും ആളുകളുടെ കാഴ്ചയിൽ. അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ്. അപ്പോൾ ആ കാഴ്ച നമുക്ക് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമുക്ക് മാനസികമായിട്ട് നമ്മൾ വളരേണ്ടതുണ്ട്. ആ വളർച്ച എവിടം വരെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യചിഹ്നം. അതിൽ കലാകാരന്മാർ മാത്രമല്ല, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെ അതിന് വേണ്ടുന്ന ഒരു പ്രബോധനം നടത്തേണ്ടതുണ്ട്. അതവിടെ വാക്കുകളും പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവണം. പക്ഷം തിരിഞ്ഞാകാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രബോധനത്തിൻ്റെ ആവശ്യം കൂടി വരുന്നൊരു കാലത്താണ് നമ്മളിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതും ശക്തമായിട്ട് പറയേണ്ടതും ശക്തമായിട്ട് കാഴ്ചക്കാരന് അത് വായിച്ചെടുക്കേണ്ടുന്ന ഒരു ബാധ്യത പ്രേക്ഷകനുമുണ്ട്.